ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഷോർട്ട് ഏരിയ ക്വസ്റ്റ്യനൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് ക്ലാസ് ആണിത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് അതുപോലെ തന്നെ ബേസിക് റിക്വയർമെൻറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. ബേസിക് റിക്വയർമെൻറ്റ് നമുക്ക് ബ്രീഫായിട്ട് പറഞ്ഞു പോകാം. ടീച്ചർ, ലേണർ, സബ്ജക്റ്റ്, എൻവയോൺമെൻറ്റ്, ഈ കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടത്. ഇതിൽ ടീച്ചർ എന്ന് പറയുമ്പോൾ അയാളുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. ഈ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിനെ ശാരീരികമായും മാനസികമായിട്ടും അതുപോലെ തന്നെ അവരുടെ സാമൂഹികമായിട്ടുള്ള വികസനമൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള കഴിവുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ടീച്ചർമാർ ഉയരേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ബ്രീഫായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ 1 by 1 ആയിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം തികയില്ല. മാത്രമല്ല നമ്മൾ ചോദ്യങ്ങളെ നേരിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതും നമ്മുടെ എയിം എന്ന് പറയുന്നത് നെറ്റ് അതുപോലെ തന്നെ JRF നേടുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ടുള്ള ഷോർട്ട് ഏരിയ മാത്രമാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അധ്യാപനം എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയിൽ ടീച്ചറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അതിന് ടീച്ചിങ്ങിനായിട്ടുള്ള ഏറ്റവും പുതിയ മാർഗങ്ങൾ കണ്ടെത്തുക, കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരെ ഇൻഡിവിജ്വലായിട്ട് മനസ്സിലാക്കുക, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ടീച്ചർ എന്നുള്ള രീതിയിൽ അറിയാനുള്ളത്. ആ ഒരു കാര്യത്തിൽ നമ്മൾ ബേസിക് റിക്വയർമെൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് അത് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ലേണർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സ്റ്റുഡൻസ് ഉണ്ടായിരിക്കണം. പഠന പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം പഠിക്കാൻ ശ്രമിക്കണം, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത്തരത്തിലുള്ള ഒരു പഠന അന്തരീക്ഷം നമുക്കുണ്ടാകണമെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റുഡൻസ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമ്മൾ എടുത്തു പറയേണ്ടതില്ല. എന്താണോ നമ്മൾ വിഷയം, ആ വിഷയം തീരുമാനിക്കുന്നത് സ്റ്റുഡൻസ് അല്ല. അപ്പോൾ അവരെ അതിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്വം ടീച്ചർക്കാണ്. അപ്പോൾ അത് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വിഷയത്തിനെ വിപുലമാക്കുക, തൻ്റെ അറിവുകളും അതുപോലെ തന്നെ ഇനി വരാനുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും ടീച്ചർമാർ വിശകലനം ചെയ്ത് വിഷയത്തിൽ അധിഷ്ഠിതമായി ലേണേഴ്സിനെ കൂടെ ഉൾപ്പെടുത്തി കൃത്യമായിട്ടുള്ളൊരു ഒരു പഠന പ്രക്രിയ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. നമുക്കറിയാം, പഠനത്തിന് കൃത്യമായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ഉണ്ടായിരിക്കണം. നമുക്കറിയാം, നമ്മൾ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാവുന്ന കാര്യമാണത്. കൃത്യമായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് പഠന പ്രക്രിയ സുഖകരമാക്കാൻ സാധിക്കില്ല. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബേസിക് റിക്വയർമെൻറ്റിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് അറിയാനുള്ളത് എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്തതിൽ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോവാം. നമ്മളിപ്പം ടീച്ചിങ് ഫോർമൽ ഉണ്ട്, ഇൻഫോർമൽ. ടീച്ചിങ്ങിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കുന്നത്, ടീച്ചറുടേതല്ല. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഡൈനാമിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ബോത്ത് ആർട്സ് ആസ് വെൽ എസ് സയൻസ് എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. കുറേ കാലങ്ങളായിട്ട് ചോദ്യങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഒരു പോയിന്റാണ്. ഇപ്പം ചോദിക്കുന്നത് വളരെ ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം, ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു കലയാണ്, അതുപോലെ തന്നെ സയൻസ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ടീച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ പഠിപ്പിക്കേണ്ടത് അത് മാത്രം പഠിപ്പിക്കുക എന്നുള്ളതല്ല. ടീച്ചറുടെ സർഗാത്മകതയും കഴിവും ഒരുപോലെ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്കൊരു ആർട്സ്, അതായത് കലാപരമായിട്ടുള്ളതാണ് എന്നുള്ളത് പറയാം. സയൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്കതിൽ പ്രത്യേകമായിട്ടൊന്നും പറയേണ്ടതില്ല. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ കാര്യങ്ങൾ കാണുന്നതാണ്. നമ്മുടെ പഠന രീതി ഒട്ടാകെ മാറ്റിയിരിക്കുന്നതാണ്. ഇപ്പോൾ ഓൺലൈനായിട്ടായാലും നമ്മൾ ഓഫ്ലൈനായിട്ടായാലും നമ്മളിപ്പം സയൻസിനെ ആശ്രയിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ സ്റ്റുഡൻസിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രാക്ടീസിങ്ങിന് സയൻസ് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബോത്ത് ആർട്സ് ആസ് വെൽ ആസ് സയൻസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ഡെമോക്രാറ്റിക്കിനെ പറ്റി കൂടുതൽ പറയാനില്ല. ആ ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു കണ്ടിന്യൂസ് പ്രൊഫഷനാണ്. അതുപോലെ തന്നെ കൊഗ്നിറ്റീവ് ആക്ടിവിറ്റിയാണ്, ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റിയാണ്. നമ്മൾ ബുദ്ധിപരമായിട്ടും നമ്മുടെ കഴിവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് വികസിപ്പിക്കാനുള്ളതും അതുപോലെ തന്നെ അത് ഉപയോഗിച്ചു കൊണ്ടുള്ള പ്രവർത്തനമാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഒരേപോലെ തന്നെ എഡ്യൂക്കേഷൻ, ലേണിംഗ് ആൻഡ് ട്രെയിനിങ്, ഈ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വിദ്യാഭ്യാസപരമായ ലക്ഷ്യങ്ങൾ, അതുപോലെ തന്നെ ലേണിംഗ് എക്സ്പീരിയൻസസ്, അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ ബിഹേവിയറിൽ വരുത്തുന്ന ചേഞ്ചുകൾ. സജസ്റ്റിംഗ് ആണ്
ഒരിക്കലും ഡിക്റ്റാക്റ്റിംഗ് അല്ല എന്നുള്ളതും മനസ്സിലാക്കുക. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഗൈഡൻസ് നൽകുക, ഡയറക്ഷൻ, അവരെ എൻകറേജ് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ടീച്ചിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ്. ഒബ്സർവ്ഡ്, അനലൈസ്ഡ് ആൻഡ് ഇവാലുവേറ്റഡ്. ടീച്ചിങ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ടാസ്ക്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിൽ വന്നിരിക്കുന്ന ടേമുകളൊക്കെ തന്നെ ഉൾപ്പെടുത്തി നമ്മളെല്ലാ ഏരിയയും കവർ ചെയ്യുന്ന രീതിയിലുള്ള പോയിന്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്കൊരു ഷുവർ ഷോട്ട് ആയിട്ടുള്ള നോട്ടുകളാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാനും സാധിക്കണം. അപ്പം അത്തരത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. നമ്മൾ വളരെ ബ്രീഫായിട്ടാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് 1-2 ചോദ്യങ്ങൾ നോക്കാം. ഇവിടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആയാലും ഏതൊരു സബ്ജക്റ്റ് ആയാലും നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്തുക, കോഡ് സെലക്ട് ചെയ്യാൻ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നമുക്ക് ഏതെങ്കിലും 1-2 പോയിന്റുകൾ അറിഞ്ഞാൽ നമുക്ക് അതിന് ഉത്തരം കണ്ടെത്താൻ പറ്റും. അത്തരം കാര്യങ്ങളും കൂടെ നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. Which of the following need to be inculcated for developing 21st century skill of students by a teacher? ഓക്കെ, അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ സ്കില്ല് എന്തൊക്കെയാണ് എന്നുള്ളതാണ്, ടീച്ചറിൽ നിന്ന് കിട്ടേണ്ട സ്കില്ലുകൾ. അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം, റോട്ട് ലേണിങ്ങിനെ പറ്റി നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. റോട്ട് ലേണിംഗ് ഒരിക്കലും ഇതിൽ വരുന്ന കാര്യമല്ല. ക്രിയേറ്റിവിറ്റി വരുന്ന കാര്യമാണ്. ഓക്കെ, ക്രിട്ടിക്കൽ തിങ്കിങ് വരുന്ന കാര്യമാണ്. അപ്പോൾ എയും സിയും നമ്മളിവിടെ വന്നിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇവിടെ ബി എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. ബി നമുക്ക് ഒഴിവാക്കാം, റോട്ട് ലേണിംഗ് എന്നുള്ളത്. അപ്പോൾ ബി വരുന്നൊരു ഓപ്ഷൻ ഉണ്ട്. 2 ബി വരുന്നുണ്ട്, സെക്കൻഡ് ഓപ്ഷനിൽ ബി വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്നില്ല. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ ഒഴിവാക്കി. പിന്നെ ലൈഫ് ലോങ് ലേണിംഗ് തന്നെയാണ്, നമ്മളിപ്പോൾ പറഞ്ഞു ലൈഫ് ലോങ് ലേണിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഡി വരുന്നുണ്ട്. ലേണിംഗ് ഓൺലി ഫോർ എക്സാമിനേഷൻ, അത് തെറ്റാണ് അല്ലേ. അപ്പോൾ എ സി ഡി മൂന്നാമത്തെ ഓപ്ഷനാണ്, കോഡാണ് ശരി. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ 1-2 കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോ കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് ഒഴിവാക്കുക, അങ്ങനെയുള്ള ഓപ്ഷൻസും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അത്തരത്തിൽ വേണം ഉത്തരം കണ്ടെത്താൻ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് റെപ്രസെന്റ് ദ നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്? ടീച്ചിങ് ഈസ് ലൈക്ക് സെല്ലിംഗ് ആൻഡ് ലേണിംഗ് ഈസ് ലൈക്ക് ബൈയിങ്. ഇത് തെറ്റായൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ 1 നമുക്കിതിൽ നിന്ന് ഒഴിവാക്കാം. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് 3 ഓപ്ഷനും ഇവിടെ ഒഴിവാക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ, ടീച്ചിങ് ഇസ് എ സോഷ്യൽ ആക്ട്. അത് ശരിയായിട്ടുള്ളൊരു ആൻസർ ആണ്, സോഷ്യൽ ആക്ട് ആണ്. ഓക്കെ, ടീച്ചിങ് ഇംപ്ലൈസ് ലേണിംഗ് വെറേസ് ലേണിംഗ് ഡസ് നോട്ട് ഇംപ്ലൈസ് ടീച്ചിങ്. ഓക്കെ, അതും ശരിയാണ്. 3, ടീച്ചിങ് ഈസ് എ കൈൻഡ് ഓഫ് ഡെലിവറി ഓഫ് നോളജ് വൈൽ ലേണിംഗ് ഈസ് ലൈക്ക് റിസീവ് ഇറ്റ്. അത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ടീച്ചിങ് ഈസ് എൻ ഇൻട്രാക്ഷൻ ആൻഡ് ഈസ് ട്രയഡിക് ഇൻ നേച്ചർ വെറേസ് ലേണിംഗ് ഈസ് എൻ ആക്റ്റീവ് എൻഗേജ്മെന്റ് ഇൻ എ സബ്ജക്ട് ഡൊമൈൻ. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. സി ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ കൂടുതലേക്ക് പോകേണ്ടതില്ല. ഒന്നാമത്തെ തെറ്റാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ബാക്കി 3 ഓപ്ഷനും നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓൾ ടീച്ചിങ് ഷുഡ് എയിം ടു എൻഷുവർ ലേണിംഗ്. ഓൾ ലേണിംഗ് റിസൾട്ട് ഫ്രം ടീച്ചിങ്. ഇതിൽ നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം, ഒന്നാമത്തെ കാര്യം ശരിയാണ്, രണ്ടാമത്തെ തെറ്റാണ്. ഓക്കെ, നമുക്ക് ലേണിംഗ് ടീച്ചിങ്ങിൽ നിന്ന് മാത്രമല്ല ലഭിക്കുന്നത്. നമുക്കറിയാം ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ടീച്ചിങ് ഉണ്ട്. അപ്പോൾ എ ആണ് ട്രൂ, രണ്ടാമത്തെ ഫാൾസ് ആണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടത്. ഇതുപോലെ ഈസി ആയിട്ടുള്ളതും നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉത്തരം കിട്ടുന്നതും, അതുപോലെ തന്നെ നമ്മൾ തൊട്ട് മുമ്പേ ചെയ്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയ പോലെ നമുക്ക് ഒഴിവാക്കി കളയാൻ പറ്റുന്ന ഓപ്ഷനും വളരെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എളുപ്പത്തിൽ എത്താൻ സാധിക്കുമെന്നുള്ളത് ഈ കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ 2 ഭാഗത്തു നിന്നും പറയാനുള്ളത്. അപ്പോൾ കുറച്ച് സമയം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, ഇതിലുള്ള ചോദ്യങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. കൂടുതൽ ചോദ്യങ്ങൾ നമുക്കിനി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ മൊത്തം ഭാഗം ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തുടർന്നും ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ സിലബസിൽ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, അതിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമ്മളതിൽ ഷുവർ ഷോട്ട് ആയിട്ടുള്ള ഏരിയ മാത്രമേ എടുക്കുന്നുള്ളൂ. അതുപോലെ
അതിൽ വരുന്ന തിയറീസും അതിൻ്റെ ഓതേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു പോവാം. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ കാര്യം അപ്ലോഡ് ചെയ്യാം. പിന്നെ കുറേ സംശയങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് സിലബസ് റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ കട്ട് ഓഫ് റിലേറ്റഡ് ആയിട്ട് 6% റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിങ്, സ്റ്റേ സേഫ്.